ഹലോ എവ്രി വൺ, എൻലൈറ്റ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ടോപ്പേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 656 റാങ്ക് നേടിയ വൈശാഖ് സിയാറാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ വൈശാഖ്. വൈശാഖിൻ്റെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു സക്സസ് സ്റ്റോറിയാണ്. ലാസ്റ്റ് ഗ്രേഡിൽ നിന്നും സിവിൽ സർവീസിലേക്കുള്ളൊരു ജേർണി ഒട്ടും തന്നെ ചെറുതല്ല. ഒരു വളരെ വേണമെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ഒരാളുടെ ജീവിതത്തിൽ. ഇതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ വൈശാഖ്? എന്ത് തോന്നി ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്? ഈ 2024 സിവിൽ സർവീസ് പരീക്ഷ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ ചെയ്തു എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഒരു റാങ്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ മനസ്സിലുണ്ടെന്നാലും UPSC ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ റിസൾട്ട് വരുമെന്നുള്ള ഡേയ്സിൻ്റെ സ്പെക്കുലേഷൻ വന്നു തുടങ്ങി. അപ്പോൾ ഉള്ളിലൊരു പേടിയും വന്നു തുടങ്ങി. അപ്പോൾ വീട്ടിലിരിക്കേണ്ട, എന്തായാലും സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാം, അപ്പം ഇതൊക്കെ മറന്നു പോകുന്ന കരുതിയാണ് ഞാൻ പോകുന്നത്. ഇപ്പം സൺഡേ പറയുന്നത് നെക്സ്റ്റ് മൺഡേയിലേക്ക് റിസൾട്ട് വരും, അപ്പം ഓഫീസിൽ ഇരുന്നുകൊണ്ട് നേരിടാന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പം അന്ന് രാത്രി ഞാൻ ഓഫീസിൽ തന്നെയാണ് തങ്ങുന്നത്. എക്സ്ട്രീം ടെൻഷനാണ്. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. രാത്രി ടെൻഷൻ അടിക്കുന്നു, അന്ന് റിസൾട്ട് വരുന്നില്ല. അടുത്ത ദിവസം രാവിലെ വീണ്ടും ഭയങ്കര ടെൻഷൻ, കാരണം ഇന്ന് റിസൾട്ട് വരും. അപ്പോൾ ഞാൻ അന്നും ഒരുപാട് പേർക്ക് സീലടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഗ്രേഡിലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഓഫീസ് അറ്റൻഡൻ്റാണ്. അപ്പം എൻ്റെ മൈൻഡ് സെറ്റിൽ അപ്പോഴും ഇല്ല, കാരണം സിവിൽ സർവീസ് ക്ലിയർ ചെയ്താൽ വേറൊരു ലൈഫിലേക്ക് മാറും എനിക്കറിയാം. എൻ്റെ ഓഫീസിൽ വന്ന് 2 സിസ്റ്റർമാർ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ട് പറഞ്ഞ്, മോനെ എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ടിരി. ഞാൻ അത്രയും പേടിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി ഒരു 5-6 ചായ കുടിച്ച് വരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ. ഒരുവിധം ടെൻഷൻ ഓവറാകുമെന്നായപ്പോഴേക്കും സിസ്റ്റർമാർ പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോൾ വീട്ടിൽ പോകും, വണ്ടി ഓടിക്കാൻ ഓക്കെയാണെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനതെല്ലാം മറന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം റിസൾട്ടാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരു 65 കിലോമീറ്റർ ദൂരമുണ്ട്. ഓടിക്കുന്ന വഴിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ഒരു പോയിന്റിൽ എനിക്ക് വണ്ടി നിർത്താൻ തോന്നി, കാരണം നെഗറ്റീവ് ആകരുത് എന്നുള്ളൊരു തോട്ടിലേക്ക് വരികയാണ് ഞാൻ. വണ്ടി നിർത്തി. ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടേക്ക് മാറി നിന്നത്. ഒരു ഫോൺ എടുത്തു, പറഞ്ഞ് നീ റിസൾട്ട് നോക്കിയോ എന്നാണ് വിളിച്ചാൾ ചോദിച്ചത്. അപ്പം ഇല്ല, നോക്കിയിട്ടില്ല. നോക്കണമെന്ന് എന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ നോക്കില്ല എന്ന്. എനിക്കറിയത്തില്ല, കാരണം ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടെന്ന് പറയും. ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഉറപ്പാണോ ഞാനൊരു 3-4 തവണ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഫോൺ എടുത്തിട്ട് എൻ്റെ നെറ്റ് കിട്ടുന്നില്ല. റിസൾട്ട് എനിക്ക് നോക്കാനുള്ള വഴിയില്ല. പിന്നെ പലരും വിളിച്ച് പറഞ്ഞ ശേഷമാണ് ഞാൻ അറിയുന്നത്. കാരണം അപ്പം എനിക്ക് വാട്സാപ്പിൽ നോക്കാൻ ഓപ്ഷൻ ഇല്ല, കാരണം നെറ്റ് കിട്ടുന്നില്ല വഴിയിരിക്കും. എന്നിട്ട് വളരെ എക്സൈറ്റ്മെൻറ്റായി. അപ്പോൾ റോഡിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. പിന്നെ ഞാൻ സ്വയം കാമാകാൻ ശ്രമിച്ചു, കാരണം എനിക്കൊരു 35 കിലോമീറ്റർ വണ്ടി ഓടിക്കാനുണ്ട്. ഈ എക്സൈറ്റ്മെൻറ്റ് പുറത്തൊന്നും സംഭവിക്കരുതെന്ന് കരുതി. അതായിരുന്നു ആ പോയിന്റ് ഓഫ് ടൈമിൽ. ഞാൻ അന്നേരം എക്സൈറ്റ്മെൻറ്റ് മാറ്റി വയ്ക്കുമായിരുന്നു ചെയ്തത് ആ ഒരു പർട്ടിക്കുലർ ടൈം. ഓക്കെ, തീർച്ചയായിട്ടും ഊഹിക്കാം. ഒരു വലിയ ജേർണി, ആ വലിയ ജേർണിയിൽ ഒരു റിസൾട്ട് വരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിനെക്കുറിച്ച്. അപ്പം ഈ ഒരു ജേർണിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് എപ്പോഴാണ് ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വൈശാഖ് വിചാരിക്കുന്നത്? കുട്ടിക്കാലം മുതലേ എല്ലാവർക്കും ഉള്ള പോലെ ഒരു ചെറിയ ആഗ്രഹം. ഈ ക്വിസുകൾക്കൊക്കെ പോകുമ്പോൾ സമ്മാനം മേടിക്കുമ്പോൾ ആളുകൾ പറയും, ക്വിസിന് സമ്മാനം കിട്ടിയവൻ IAS. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു IAS ആവും എന്നൊരു തോട്ട് ജനറൽ ആളുകൾക്കുണ്ട്. അങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ കുറച്ച് ഫൗണ്ടേഷൻ ക്ലാസ്സൊക്കെ ഇങ്ങനെ ഓറിയൻറ്റേഷനൊക്കെ പോയി പങ്കെടുക്കുന്നു. അങ്ങനെ തോന്നിയൊരു ആഗ്രഹം. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ എക്സാമിന് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാം. എത്ര പേപ്പറുണ്ട്, എന്തൊക്കെ പഠിക്കാമെന്ന് അറിയില്ല. അപ്പോൾ അന്നൊരു തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ GK എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഹിസ്റ്ററി കുറേ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. ഇത് UPSC എന്തൊക്കെയാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോഴും എനിക്ക് കുറേ സപ്ലീസ് ഉണ്ട്. അപ്പം ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് 6 സപ്ലികൾ അടുത്തുണ്ട്. എന്ത് ചെയ്യുന്നുള്ള സിറ്റുവേഷനിലാണ്. എന്നാൽ UPSC എക്സാം എഴുതി കളയാം. അപ്പോൾ ഞാൻ വേറെ PSC എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ ആ സമയത്താണ് ഞാൻ ലാസ്റ്റ് എഴുതുന്നത്. അങ്ങനെ ഈ UPSC ഒന്ന് എഴുതുന്നു, ഒന്നും അറിയത്തില്ല. അപ്പം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുകാർ ചോദിക്കുമല്ലോ. അപ്പം നമ്മൾ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് പോയാൽ ആൾക്കാർ ചോദിക്കും, സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോയതാണ്. ആ എക്സാം സിമ്പിളാണോ ടഫാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. വെറുതെ പോയി കുറേ കറപ്പിച്ച് തിരിച്ചു വന്നു എന്നുള്ളതായിരുന്നു. പിന്നീട് ഒരു അറ്റംപ്റ്റ് എടുക്കും 2018, അതും അറിയില്ല. 2019 അധികം പ്രോപ്പർ കോച്ചിങ് എടുത്തിട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് ചെറിയ രീതിയിലുള്ള കോച്ചിങ്ങുകളൊക്കെ എടുത്തു. ആ വർഷം എനിക്ക് ഷോക്കിംഗ് ആയത് സിസാറ്റിന് 0.37 സംതിങ് മാർക്കിലാണ് എനിക്ക് പോയത്. എനിക്ക് GSC ഞാൻ ക്ലിയർ ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഷോക്കിംഗ്, എനിക്ക് ചെയ്യാം എന്നുള്ളൊരു തോട്ട് തുടങ്ങുന്നത്. ശരി.
അപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയൊരു ജേണി, കുറച്ചൊരു നാളത്തെ പ്രയത്നം തന്നെയായിരുന്നു. അപ്പം ഒരു പുതിയ അല്ലെങ്കിൽ ഒരു വലിയ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് സപ്ലി ഉള്ള. അവരും സുഖം എന്ന് പറയുന്നില്ല, പക്ഷേ അതൊന്നും ഒരു നമ്മുടെ പ്രിപ്പറേഷന് നമ്മളൊരു മാനദണ്ഡമല്ല. ആർക്കും സിവിൽ സർവീസ് പരീക്ഷ പൂർണ്ണമായി ഹാർഡ് വർക്ക് കൊടുക്കുന്നവർക്ക് അതാണ് അതിൻ്റെ കാര്യം. ഹാർഡ് വർക്ക് ചെയ്യുന്നവരാൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷ പാസ്സാകാമെന്ന് തന്നെയാണ് വൈശാഖ് ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം പ്രിലിംസ് അങ്ങനെ 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിലിംസ് ക്ലിയർ ആയി. മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എപ്പോൾ തൊട്ടാണ് മെയിൻസിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്? ഞാൻ 2019 ഫെയിലിയേഴ്സിന് ശേഷമാണ് എനിക്ക് എൻലൈറ്റുമായിട്ടൊരു പരിചയം ഉണ്ടാകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണ് കൊണ്ടുവന്നത്, ഇവിടെ വന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ വന്ന് ടെസ്റ്റ് സീരീസ് ചെയ്തു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൻസിൻ്റെ കുറച്ച് പേപ്പേഴ്സിനെ പറ്റി ഐഡിയ എനിക്ക് കിട്ടുന്നത് തന്നെ. അപ്പം ആ വർഷം ഞാൻ 1-2 സ്ഥലത്തും ചെയ്യും, ടെസ്റ്റ് സീരീസ് കിട്ടുന്നിടത്തൊക്കെ പോയി ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ 5-6 സ്ഥലത്ത് പോയി ചെയ്യാൻ പറ്റി അത്രയും നല്ലത്. അങ്ങനെ എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി. അങ്ങനെ 2020 ഫസ്റ്റ് പ്രിലിംസ് ക്ലിയർ ചെയ്തു. അപ്പം കൊറോണ സമയത്തായിരുന്നു. അങ്ങനെ മെയിൻസ് മര്യാദയ്ക്ക് എഴുതാൻ അറിയില്ല. ഇത് മെയിൻസിൽ എത്ര പേപ്പർ ഉണ്ടെന്ന് എനിക്ക് ക്ലിയർ അറിയില്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജനറൽ കഴിഞ്ഞിട്ട് പേപ്പർ ഈ എന്താണ് ഓപ്ഷണലുള്ള കാര്യം വരെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. കാരണം പിന്നീട് ഹോൾ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ 5 ദിവസം കഴിഞ്ഞ് മലയാളം ഉണ്ട്. കാരണം അത്ര സീരിയസ്നെസ്സേ ഉള്ളൂ. അതറിയില്ല ഇതെന്താ സംഭവം. നമുക്ക് അതിലേക്ക് വേറൊരു രീതിയിലാണ് അതിലേക്ക് ഇൻവോൾവ് ആയിരിക്കുന്നത്. പിന്നെ മെയിൻസ് കിട്ടാതെ വന്ന ശേഷം 2021 വീണ്ടും എഴുതി പ്രിലിംസ് കിട്ടുന്നില്ല. അപ്പോഴേക്കും ജോലി, ആ സമയമൊക്കെ ജോലിയുമായിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ പൊങ്ങി വരും. കുറച്ച് നാൾ നിർത്തി 2-3 മാസം അതിൽ നിന്ന് മാറി നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രീം പൊങ്ങി വരും. പ്രിലിംസിന്റെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമ്മൾ സ്വയം മറന്നിട്ട് അത് അയച്ചു പോകുന്നൊരു സിറ്റുവേഷൻ. അങ്ങനെ 2022 വീണ്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു. മെയിൻസ് പഠിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കൃത്യമായ രീതിയിലല്ല ഞാൻ പഠിക്കുന്നത്. ഒരുപാട് പാളിച്ചകളുണ്ടായിരുന്നു. എങ്ങനെയാണ് പിന്നെ ആ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ശരിയായിട്ടുള്ളത്? ശരിക്കും ഇതൊരു സ്ട്രോങ് വെയിൽ എക്സാം ക്ലിയർ ചെയ്യണമെന്നുള്ള തോട്ട് വരുന്ന 2023 ഫെയിലിയർ ആയിരുന്നു. അതുവരെ നമുക്ക് പറയുന്ന പോലെ പ്രിലിംസ് എങ്ങനെയും പ്രിലിംസ് ക്ലിയർ ചെയ്താൽ ഓക്കെ. പ്രിലിംസ് ക്ലിയർ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസ് ക്ലിയർ ചെയ്തൊരു വലിയ കാര്യമാണ്. പിന്നെ പോയി വെറുതെ ഒന്ന് മെയിൻസ് എഴുതുക, പറയാം എല്ലാവരോടും ഞാൻ മെയിൻസ് എഴുതി, ഞാൻ മൾട്ടിപ്പിൾ മെയിൻസ് എഴുതി എന്ന് പറയാം. അപ്പോഴും എക്സാം ക്ലിയർ ചെയ്യണമെന്ന് തോട്ടില്ല. 2023 ഫെയിലിയർ വന്നപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യണം. എന്തിനാണ് ഇത്രയും വർഷം ഞാൻ വെറുതെ കളഞ്ഞത്? കാരണം 2017 23 എത്തുമ്പോൾ 6 വർഷം വേസ്റ്റാക്കി. എനിക്ക് ജോലി ഉണ്ടെങ്കിലും ഞാൻ ഇതിലേക്ക് ചെയ്തിട്ട് ഒന്നും നേടിയില്ലല്ലോ എന്നുള്ളൊരു മനസ്സിൽ നിന്നൊരു തോന്നൽ. അപ്പോൾ 2023 ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് എന്തൊക്കെ പ്രശ്നം പറ്റി, GS-ൽ എന്ത് പറ്റി കാണും, GS3 എന്ത് പറ്റി കാണും. GS3 എനിക്ക് ഏറ്റവും കുറയുന്നത്. എനിക്ക് 67 മാർക്കേ ഉണ്ടായിരുന്നു. അതൊരു വലിയ റീസൺ ആയിരുന്നു. ആ സെൽഫ് ഇൻട്രോസ്പെക്ഷന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. ആ ചില കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മാർക്ക് വ്യത്യാസം വരും, അത് റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത്. അപ്പോൾ ആ തോട്ടാണ് 2024 ഒരു നല്ല അറ്റംപ്റ്റ് കൊടുക്കാൻ സഹായിച്ചത്. അപ്പോൾ പിന്നീട് വരുന്ന നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സ്റ്റേജ്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പം എനിക്ക് അബു ചെറിയാൻ സാറിന് അന്ന് പരിചയം ഉണ്ടായിരുന്നു, പഴയ ഒരു പരിചയത്തിന് പുറത്ത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴേക്കും സാറിന് ഞാൻ ഏത് പോയിന്റിലാണ് ഞാൻ നിർത്തി പോയത്, അല്ലെങ്കിൽ ഞാൻ UPSC അത്രയും സ്ട്രോങ് അല്ലാതെ പോയത്, ആ പോയിന്റ് ഓഫ് ടൈമിൽ ചെയ്ത കാര്യമെല്ലാം അറിയാം. സാറിൻ്റെ ക്യാരക്ടർ അറിയായിരുന്നു, ഞാൻ ചെയ്യുന്ന ക്വിസ് ആക്ടിവിറ്റിനെ പറ്റി അറിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കംഫർട്ടബിളായി. എനിക്ക് 1-to-1 സെഷൻസ് ഒത്തിരി എൻലൈറ്റിൽ നിന്ന് കിട്ടുകയുണ്ടായി. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പല സ്ഥലത്തും പല ഇൻപുട്ടാണ് കിട്ടുന്നത്. അപ്പം എന്നോട് ഇവിടെ പറഞ്ഞ് നോർമലായിട്ട് പോയി സംസാരിക്കും, വേറെ ഒന്നുമില്ല. ശരിക്കും UPSC ഇൻ്റർവ്യൂവിനെ പറ്റി തെറ്റിദ്ധരിക്കുന്ന ആസ്പിരൻസിനോട് പറയാനുള്ള, UPSC ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ച് ഗ്രില്ല് ചെയ്യുന്ന ഒരു സംഭവമൊന്നുമല്ല. വളരെ നോർമലായിട്ട് നമ്മളോട് ജനറലി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇൻ്റർവ്യൂ. ഓക്കെ, ശരി. ഇപ്പോൾ വൈശാഖ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ജസ്റ്റ് എൻലൈറ്റിൽ നിന്നുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറയാമോ ഈ ഒരു മൊത്തം ജേർണിയിൽ? എൻലൈറ്റ് എനിക്ക് അത്യാവശ്യം ലോങ് ടൈം അറിയാവുന്ന ആളുകളാണ്. അപ്പം അബു ചെറിയ സാറിന് ഞാൻ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഏറ്റവും പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ NMAP എന്നൊരു പ്രോഗ്രാം എൻലൈറ്റിലുണ്ടായിരുന്നു. പക്ഷേ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൽ ഒരു സ്ട്രക്ചർ വരുത്താനായിട്ട് എന്നെ സഹായിച്ചത് ഒരു പ്രോഗ്രാമാണ് NMAP. അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് വന്നിരുന്ന് എഴുതും, ഫീഡ്ബാക്ക് മേടിക്കും. അപ്പം അന്ന് സിവിൽ സർവീസിൽ പിന്നീട് കയറിയ അശ്വതി മാം ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഒരു ടോപ്പറിനെ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യാൻ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം NMAP നമുക്കിപ്പം നമ്മളെ പെർഫെക്റ്റ് ആക്കി എന്നുള്ള തരത്തിലല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു തുടക്കക്കാരനെ
എനിക്കൊന്നും അറിയില്ല, മെയിൻസ് ഒരൊറ്റ ഉത്തരം എഴുതാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രസ്റ്റബിൾ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എൻമാപ്പ്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ശരി. അപ്പം ഇനി പരീക്ഷ വരാൻ പോവുകയാണ്, ഉടനെ അടുത്ത പ്രിലിംസ് ഉണ്ട്. അപ്പം ഇനി എഴുതാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ആദ്യം പറയാനുള്ളത് സിവിൽ സർവീസ് ഒരു കോൺഫിഡൻസിൻ്റെ എക്സാമാണ്. പ്രിലിംസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും. ഞാൻ 3 തവണ ക്ലിയർ ചെയ്തപ്പോഴും ഞാൻ അന്ന് പോയ രീതി അനുസരിച്ചാണ്. ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യും, എക്സാം ഹോളിൽ കയറി എന്ത് സംഭവിച്ചാലും ക്ലിയർ ചെയ്യും എന്നുള്ള മൈൻഡാണ് ഇരുന്നത്. അങ്ങനെ പോകാത്തപ്പോഴൊക്കെ ഞാൻ ഫെയിൽ ചെയ്തു, നന്നായിട്ട് പഠിച്ചപ്പോഴേ. രണ്ടാമത്തെ ഒരു കാര്യം, UPSCയുടെ കട്ട് ഓഫ് തീരുമാനിക്കുന്ന UPSC ആണ്, നമ്മളല്ല. എല്ലാവരും GS1 പേപ്പർ കഴിഞ്ഞ ശേഷം സ്വയം തീരുമാനിച്ചു ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യത്തില്ല, കാരണം GS ടഫാണ്. GSന്റെ കട്ട് ഓഫ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നല്ല വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പം 80 അടുത്ത് വരെ 80 സംതിങ് വരെ 2023 വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു എക്സാം ടഫായി കഴിഞ്ഞാൽ നമ്മൾ UPSC പണ്ടത്തെ കട്ട് ഓഫ് വയ്ക്കൂ എന്നൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സിസാറ്റ് ബാധിക്കാം. 2019 എനിക്ക് സംഭവിച്ചതാണ്. GS1 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 100+ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ സിസാറ്റ് ഞാൻ മടുത്തു, സിസാറ്റിന് എഴുതിയിട്ട് കാര്യം എന്നുള്ള മൈൻഡാണ് ഞാൻ എഴുതുന്നത്. നോക്കിയപ്പം GS1 ക്ലിയർ ചെയ്യുന്നു, സിസാറ്റ് ക്ലിയർ ചെയ്യുന്നില്ല. അപ്പം എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊന്നും ഊഹാപോഹങ്ങൾ വെക്കരുത്. നമ്മൾ പഠിച്ചെഴുതുക, നമ്മൾ റിസൾട്ടിനെ പറ്റി ചിന്തിക്കരുത്, എന്ത് സംഭവിക്കും ചിന്തിക്കരുത്. എല്ലാ പേപ്പറുകളും ഓരോ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയി എഴുതുക. ആരും പറയുന്നതല്ല കേൾക്കേണ്ടത്, നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്ന ആളുകളെ ട്രസ്റ്റ് ചെയ്യുക. അതാണ്. ശരി. അപ്പം ഒരുപാട് കാര്യങ്ങൾ വൈശാഖിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഇനിയും പരീക്ഷ എഴുതുകയാണല്ലേ? അപ്പോൾ ഇനിയും വിജയം, ഇതിലും മികച്ച വിജയം കരസ്ഥമാക്കി നമ്മുടെ നാടിനൊരു IAS കാരനെ തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.